അപ്പം നമ്മളെ ഇന്ന് ഭയങ്കര വലിയൊരു കൊതി തോന്നിയിട്ട് ഏട്ടനെ കൊണ്ട് ചിക്കൻ മേടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ചുട്ട് തിന്നാൻ വേണ്ടിയിട്ടാട്ടോ. ചുട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ മറ്റേ പേപ്പറിൽ ഇങ്ങനെ പുഴുങ്ങി തിന്നൂലേ, അങ്ങനെ തിന്നാന്ന് ഭയങ്കര കൊതി തോന്നിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ച് വലിയ പീസായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് നമുക്ക് മസാല പുരട്ടി വെക്കാം. അത് നമുക്ക് കാണാവേ. കണ്ട, ഈ പീസൊക്കെ ഇങ്ങനെയൊക്കെ മേടിച്ചാലേ നമുക്ക് ആ ചുട്ട് തിന്നുന്ന ഒരു ഫീല് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മേടിച്ചിട്ടുള്ളത്. ഇത് ബിരിയാണി പീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ കിട്ടും നമുക്ക്. എല്ലാം നമ്മൾ എടുക്കുന്നില്ല. ലെഗ് പീസ്, എൻ്റെ ഫേവററ്റ് ലെഗ് പീസ്. എനിക്ക് ഇങ്ങനത്തെ പീസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ കുറച്ച് 2-3 വലിയ പീസ്, ഇനി ഒരു ലെഗ് പീസും കൂടി വേണമല്ലോ ഇവിടെ. കിട്ടി, അവനെ കിട്ടിട്ടോ. ലെഗ് പീസ് അങ്ങനെ കിട്ടി. ഇനി നമുക്ക് 2 വലിയ വേണ്ട, ഒരു വലിയ പീസ് ഇരിക്കട്ടെ, 2 ഇരിക്കട്ടെ. ചിലപ്പോൾ കൂടുതൽ തിന്നാലും ആക്രാന്തം മൂത്തിട്ട്. അതുകൊണ്ട് നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട്, ഇത്രയും പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇതൊക്കെ നമുക്ക് ചെറിയ പീസാക്കി അരിഞ്ഞ് ഒരു ചെറിയ കറി വെക്കാനുള്ളതാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ചുടാനുള്ള ഈ പീസുകളിലെ മസാലകൾ എങ്ങനെയാ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഈ ആവശ്യമുള്ള പൊടികൾ എടുത്തിട്ടുണ്ട്. ഞാൻ എരിവ് കുറച്ചാട്ടോ ഇടുന്നേ, നമുക്കിപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ പൊടിയിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ചെറിയൊരു നാരങ്ങേൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൽ പിഴിഞ്ഞ് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്തുള്ള പൊടികൾ എന്ന് വെച്ചാൽ മുളക് പൊടി, കുരുമുളക് പൊടി, ലേശം ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരും എരിവുള്ളതും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഈ ചുട്ടെടുക്കുന്നതിലൊക്കെ ഉപ്പിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. നമുക്ക് ഇത് ഇളക്കിയതിന് ശേഷം ലേശം ഒന്ന് നക്കി നോക്കിയാൽ മതി. കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞ് ഒഴിക്കാവേ. നമ്മൾ നാരങ്ങാനീര് പിഴിഞ്ഞ് ഒഴിച്ചു. ഇനി നമുക്ക് മിക്സ് ആക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ നല്ല രസമാട്ടോ ഇത്. ഈ ചുട്ടെടുക്കുമ്പോൾ ഞാൻ ഇവിടെ സ്പൂണിലാണ് മിക്സാക്കി കൊടുക്കുന്നത്. ഈ ചൂടിലേ പൊടികളൊക്കെ തൊട്ടാൽ കൈയൊക്കെ ഭയങ്കര പുകച്ചിലാണ്. നമ്മളെന്തിനാ വേണ്ടാത്ത പണിക്ക് നിൽക്കണം. ഇതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് സെറ്റാക്കിയിട്ട് ഇനി കാണാം. നമ്മൾ അതിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മല്ലിയില, പിന്നെ ക്യാപ്സിക്കം ഗ്രീനും എടുത്തിട്ടുണ്ട്, യെല്ലോ എടുത്തിട്ടുണ്ട്, പിന്നെ സവോള അങ്ങനെ അരിഞ്ഞത്. ഇത് നമുക്ക് അതിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി എല്ലാം സെറ്റാക്കി എങ്ങനെ ചുടുന്നത് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. എനിക്ക് ക്യാപ്സിക്കം ഇതിനകത്ത് ഇട്ട് തിന്നുന്നത് ക്യാപ്സിക്കവും മല്ലിയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഇട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത് നമുക്ക് ഈ സാധനം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ചിക്കൻ കുട്ടനെ എടുത്ത് ഇതിലോട്ട് വെക്കണം. അപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത് വെച്ചതിന് ശേഷം വെക്കാം കേട്ടോ ചിക്കനൊക്കെ. അപ്പം നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഞാൻ ചിക്കൻ്റെ ലെഗ് പീസിൽ ഇങ്ങനെ നടുക്ക് ഒരു 2 കീറിയിട്ടുണ്ട് കത്തിയും കൊണ്ട്. അപ്പം നല്ല ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ എന്ന് ഓർത്തിട്ടായിരുന്നു. നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവേ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വീട്ടിൽ കൊതി തോന്നുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, പ്രത്യേകിച്ച് ഗർഭിണികൾ. നമ്മൾ കുട്ടന്മാരെയൊക്കെ എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ ഇട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലും താഴെയായിട്ട് വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് ഓർത്തിട്ടാ കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല, നമ്മളെ ഇഷ്ടമല്ലേ. എനിക്ക് ഏട്ടനും ക്യാപ്സിക്കം ഇങ്ങനെയൊക്കെ ഇട്ട് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ വെച്ചെന്ന് മാത്രം.
നമ്മൾ കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ കുറച്ച് കഷ്ടപ്പെടുകയല്ലേ വേണ്ടു. അപ്പൊ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊതിയാട്ടോ. ഇത് നല്ലപോലെ പൊതിഞ്ഞിട്ട് താഴെ ഒന്നും പോവാത്ത രീതിയിൽ പൊതിഞ്ഞ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം. നമ്മളപ്പോൾ സെറ്റാക്കി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെയും ഒന്നും മിസ്സൊന്നും ആവൂല. നല്ലപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഇതിനെ കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞടുപ്പ്. നമ്മളിവിടെ 2ാം നിലയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു അടുപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നേരത്തെ ആക്കിയിട്ടുള്ളതാ കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു കൊതിയൊക്കെ തോന്നും. അതുകൊണ്ട് ചുട്ടു തിന്നാനും ഒക്കെ ഉള്ള അടുപ്പാണിത്. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാവേ. അപ്പൊ തീ കത്തി വരുന്നുണ്ട്. ഇനി അത് അവിടെ ഇരുന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അവിടെ അടുപ്പിനകത്ത് വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പുകയടിച്ചിട്ട് കണ്ണിലൊക്കെ വെള്ളം വരുന്നുണ്ട്. ഒന്നാമത്തെ ഭയങ്കര ചൂടല്ലേ, അടുപ്പിൻ്റെ അവിടെ ഇരിക്കാൻ പറ്റൂല. അപ്പൊ നമുക്കത് അവിടെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ. വിശപ്പ് ആയി വരുന്നുണ്ട്. വിശക്കാനുള്ള സമയമായി ഏകദേശം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വിശപ്പാണല്ലോ. ഇനി കഴിച്ചാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. ചേട്ടൻ അവിടെ ഇരുന്ന് തീ കത്തിക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. പുക അടിച്ചിട്ട് എനിക്ക് ഒന്നാമത് ഈ പുക കുറച്ച് ബുദ്ധിമുട്ടുള്ളതാ. അപ്പൊ ഈ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഹാളിലോട്ട് വന്നിരുന്നു. നമ്മുടെ അടുപ്പ് കണ്ടില്ല, നല്ല രസമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഏട്ടൻ തന്നെ ആക്കി എടുത്ത അടുപ്പാണ്. അപ്പൊ അതിനകത്ത് ഇരുന്നത് സെറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് തിന്നാം. ഓക്കെ. അപ്പൊ നമ്മള് സാധനം അടുപ്പിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആയിട്ടുണ്ട് കേട്ടോ. കുറെ നേരം വെച്ചായിരുന്നല്ലോ. ചിക്കൻ വേവുമ്പോൾ പിന്നെ കുറെ സമയം വേണ്ടല്ലോ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ നല്ല ചൂടുണ്ട്. അതിനനുസരിച്ചിട്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. നമ്മൾ കുറേ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ ചാറൊക്കെ പോകുന്നതും കൊണ്ടേ. അപ്പൊ നമ്മളെ ചിക്കൻ ഏകദേശം നമ്മളെ കണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. ആഹാ ആണോട്ടോ. ഇങ്ങനെ ചുട്ട് തിന്നുന്നത് ആർക്കൊക്കെ ഇഷ്ടം? എനിക്ക് കറി വെച്ച് തിന്നുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇതിന്റെ വലിയൊരു ലവറാണ്. ഇങ്ങനെ ചുട്ട് തിന്നത് കണ്ടോ. നമ്മളെ പിന്നെ ക്യാപ്സിക്കം, ചിക്കൻ എല്ലാം ചിക്കനിൽ കണ്ടോ എല്ലൊക്കെ നല്ലപോലെ, എല്ലിന് ഇറച്ചിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സവോള എല്ലാം ഉണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറണം കഴിച്ചു നോക്കാന്. ക്ഷമയില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്താ പറയാ, നാക്ക് കൊള്ളൂലേ. ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാപ്സിക്കം. ആ ക്യാപ്സിക്കത്തില് മറ്റേ ചിക്കന്റെ നമ്മള് മസാല കിട്ടില്ലേ, അതിന്റെ എരിവും ഉപ്പും പിന്നെ നാരങ്ങാനീരിന്റെ ഒരു ഫ്ലേവറും എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചിക്കൻ എടുത്ത് കഴിച്ച് കാണിക്കണമെന്ന് എനിക്കുണ്ട്. ചൂട് വേണം നടക്കുക. ഇനി നമുക്ക് സ്പൂണൊന്നും വേണ്ട. നമുക്ക് നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തിനൊരു സഹായത്തിന് സ്പൂൺ വെക്കാട്ടോ. ഓ എന്നാ ചൂടാ. ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നാരങ്ങന്റെ ഫ്ലേവർക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മുകളില്
ലേശം പെപ്പറൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാട്ടോ. എനിക്ക് എരിവ് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അധികം എരിവ് ചേർത്തിട്ടില്ല. നല്ലപോലെ സ്പൈസി ആക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളിയാ. ഇതൊന്നും ഇല്ലാണ്ട് പുഴുങ്ങി തിന്നാൽ നല്ല രസമാണ്. ഞാൻ കല്യാണത്തിന് മുന്നേ ഇങ്ങനെയൊന്നും കഴിക്കൂലായിരുന്നു. കല്യാണത്തിന് ശേഷം ഇപ്പൊ എല്ലാം പോവും, ഒരു പ്രശ്നമില്ല. അതില്ലേ നമ്മളെ എല്ലും ഇറച്ചിയൊക്കെ അങ്ങനെ തന്നെ വിട്ടു വരുന്നേ. ഞാൻ ഈ എല്ലൊന്നും വെറുതെ വിടില്ല കേട്ടോ. ആരും കണ്ടിട്ട് വിചാരിക്കേണ്ട ആക്രാന്തത്തിലാണെന്ന്. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് എല്ലും നല്ല ആസ്വദിച്ച് കഴിക്കുന്ന ആളാ. അപ്പൊ അല്ലേ എന്റെ ഫേവററ്റ് ഡിഷ്. ഇനി നമുക്ക് മെല്ലെ ഇരുന്ന് ഇവിടെ കുറച്ച് ചൂടാറട്ടെ, എന്നിട്ട് ഇത് കഴിച്ചിട്ട് പിന്നെ എനിക്ക് വർത്താനം പറയാൻ പറ്റുള്ളൂ. ഇനി വർത്താനത്തിനൊന്നുമില്ല. ഇപ്പൊ രാത്രി ഒരുപാട് സമയമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി കുറെ നേരം ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര ചൂടാണ്. എല്ലാം കടിച്ചു കാണിക്കാന്നൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, എന്നാലും ഒന്നും കടിച്ചു കാണിക്കാതെ. എന്റെ ഫേവററ്റ് അല്ലേ. കുഞ്ഞിനെ കഴിച്ചു കാണിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടൂലേ. ഇങ്ങനെ ഒരു ചിക്കൻ പീസ് ഇങ്ങനെ കടിച്ചിട്ട് കാപ്സിക്കം, സവോള, നമ്മൾ ഇട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ കുത്തി കുത്തി തിന്നുന്നത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്കിനി വീഡിയോ ലാഗടിപ്പിക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോകൾ വരുന്നവരെയും ടാറ്റാ ബൈ ബൈ.